നിയമപരമായി ഭാര്യയും ഭർത്താവുമായിരിക്കെയാണ് ജിഷിനും അമേയും. വർഷങ്ങളായി ലിവിങ് ടുഗദറിലായിരുന്നു. ലീഗലി വിവാഹം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമായി ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തി. ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അന്ന് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത്. വിവാഹ ചിത്രങ്ങളും വീഡിയോയും വൈറലായതിനു പിന്നാലെയായി അഭിമുഖങ്ങളിലും ഇവരൊന്നിച്ചെത്തിയിരുന്നു. അമേയ കാരണമാണ് ജിഷിൻ വിവാഹമോചിതയായെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. തികച്ചും തെറ്റായ കാര്യമാണ്. ഡിവോഴ്സ് കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടപ്പോഴാണ് ഞാൻ അമേയയെ കാണുന്നത് തന്നെ എന്നായിരുന്നു ജിഷിൻ പറഞ്ഞത്. അത്ര നല്ല കാര്യങ്ങളല്ലായിരുന്നു ജിഷിൻ ചേട്ടനെക്കുറിച്ച് കേട്ടത്. അതിനാൽ തന്നെ സംസാരിക്കുമ്പോഴൊക്കെ അകലം പാലിച്ചിരുന്നു തുടക്കത്തിൽ എന്ന് അമേയയും പറഞ്ഞിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് താലിയൊക്കെ ഇട്ട് കാണുമ്പോൾ അമേയയുടെ മുഖത്ത് പ്രത്യേകമായൊരു ഗ്ലോ കാണാനുണ്ട്. ഒരു സന്തോഷം കാണുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വം തോന്നുന്നുണ്ട് എന്നായിരുന്നു ജിഷിൻ പറഞ്ഞത്. അത് ശരിയാണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ടൈമിൽ ജിഷിൻ ചേട്ടന് ഒരു ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. 1 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജിഷിൻ ചേട്ടനാണ് നോക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. വീട്ടിലെ കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങളുമൊക്കെ നോക്കുന്നുണ്ട്. നേരത്തെ നല്ല വർക്കുകളൊക്കെ കിട്ടിയിരുന്നെങ്കിലും കാര്യങ്ങളൊന്നും ആൾ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. കിളി പോയതുപോലെ ആയിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. അതിൽ നിന്ന് നല്ല മാറ്റം വന്നുവെന്നായിരുന്നു അമേയ പറഞ്ഞത്.